എല്ലാവർക്കും നമസ്കാരം. ത്രിജ അക്കാഡമി ഇന്ന് തൊട്ട് നിങ്ങൾക്കായി NDA NET JRF ഹിന്ദി പരീക്ഷയുടെ ആദ്യകാലി ഹിന്ദി സാഹിത്യത്തിന്റെ MCQ ശൃംഖല ആരംഭിക്കുകയാണ്. ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് ബേസിക് തൊട്ടുള്ള MCQs ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. NDA NET JRF മാത്രമല്ല, വിവിധ ഹിന്ദി പ്രതിയോഗിത പരീക്ഷകൾക്ക് വേണ്ടിയും ഇത് ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമാകും. അധികം സമയം കളയാതെ തന്നെ ഇന്നത്തെ 10 ക്വസ്റ്റ്യനുകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കായി അപ്രംശിക്കോ ദേശഭാഷ കിസ്നെ കഹ. അപ്രംശത്തിനെ ദേശഭാഷ എന്ന പേരിൽ ആരാണ് പറഞ്ഞത്? ഭരത്, ഭാമ, ധാർസിൻ ഓർ ദണ്ഡി? ഇതിന്റെ ഉത്തരമാണ് ഭരത്. क्वेश्चन नंबर 2, दव सहाय प्रयास किस भाषा में लिखा गया है? दव സഹായ് പ്രയാസ് എന്ന് പറയുന്ന കൃതി ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടത്? നിങ്ങൾക്കറിയാമല്ലോ അല്ലെ, ഹിന്ദി സാഹിത്യത്തില് ആദ്യകാലീൻ സാഹിത്യത്തില് അല്ലെങ്കിൽ ഭാഷയുടെ ഒരു ഉത്ഭവ വികാസം നമ്മൾ കണ്ടുവരുമ്പോൾ നമുക്കറിയാം സംസ്കൃത്, വൈദിക് സംസ്കൃത്, ലൗകിക് സംസ്കൃത്, പിന്നെ പാലി, പ്രാകൃത്, അപഭ്രംശ്, അതിനുശേഷമാണ് പിന്നെ അവഹട്ട്, ശേഷം ആധുനിക ഹിന്ദിയിലേക്ക് വരുന്നത്. അത് ശൗരസേനി, അങ്ങനെ ഒരു വികാസ യാത്ര നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അപ്പൊ അതില് എഴുതപ്പെട്ട ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു കൃതിയാണ് ദവ സഹായ് പ്രയാസ്. അത് ഏത് ഭാഷയിലാണ്, ഏത് ഛന്ദിലാണ് എഴുതിയിരിക്കുന്നത് എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി ഓപ്ഷൻ നന്നായി വായിച്ചിട്ട് കൃത്യമായിട്ടുള്ളത് നിങ്ങളൊന്ന് മനസ്സിൽ കണക്കാക്കാം. പ്രാകൃത് കെ ഗാഹ ഛന്ദ് में, अपभ्रंश के दूहा छंद में, अपभ्रंश के पथड़िया छंद में और किसी में नहीं. आंसर इज 2, अपभ्रंश के दूहा छंद में. दव सहाय प्रयास का अनुवाद गाहा या साहित्यिक प्राकृत में കിസ്നെ കിയ ഹെ. അതായത് ഈ പറയുന്ന ഈ കൃതിയുടെ ദവ സഹാ പ്രയാസ് എന്ന് പറയുന്ന ഈ കൃതിയുടെ അനുവാദം ഗാഹ അല്ലെങ്കിൽ പ്രാകൃതില് ആരാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപഭ്രംശില് ദോഹ പോലെ തന്നെയാണ് നമ്മള് പ്രാകൃത ഭാഷയിൽ എഴുതപ്പെട്ട രചനകളിൽ ഉപയോഗിച്ചിരുന്ന രീതി. ഗാഹയിലാണ് എഴുതുന്നത്. നമ്മള് ചന്ദില് അല്ലെങ്കിൽ ചന്ത് എഴുതുന്ന പോലെ തന്നത്തെ ഒരു ചന്ത് പോലെ തന്നെ പ്രാകൃതത്തിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഗാഹ എന്ന് പറയുന്നത്. ദവ് സഹ പ്രയാസ് എന്ന് പറയുന്ന ഈ രചനയെ പ്രാകൃതത്തിലേക്ക് അനുവാദനം ചെയ്ത ആരാണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ദേവ്സൻ, രാജശേഖർ, മായില്ലധവൻ, വിദ്യാപതി. എന്താണ് ഉത്തരം? പെട്ടെന്ന് ആലോചിക്കൂ. മായില്ലധവൻ. അടുത്ത क्वेश्चन, दोहा चौपाई शैली में रचित काव्य लिखने की परंपरा का प्रारंभ कब हुआ? പ്രാരംഭ കബ് ഹുവ? ദോഹ ചോപ്പയ്യ എന്ന് പറയുന്ന ശൈലി ഇപ്പൊ നമ്മൾ ആദ്യം കണ്ടില്ലേ, ഛന്ദ് ശൈലി, പിന്നെ ഗാഹ ശൈലി. ഗാഹ എന്ന് കേൾക്കുമ്പോൾ അത് പ്രാകൃത രചനകളുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ദോഹ എന്ന് കേൾക്കുമ്പോൾ അത് അപ്രംശ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. ഇനി ദോഹ ചോപ്പായി ശൈലി എന്ന് പറയുന്നത്, ചോപ്പായും ഇതുപോലത്തെ ഒരു ശൈലിയാണ്. ആ ശൈലിയിലെ ചരിത കാവ്യങ്ങൾ എഴുതുന്നതിന്റെ പ്രാരംഭം എവിടെ തൊട്ടാണ്, അല്ലെങ്കിൽ ഈ പരമ്പരയുടെ ആരംഭം എവിടെ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. രാമകാവ്യ പരമ്പരയിലും സൂഫി കാവ്യ പരമ്പര, ജൈന കാവ്യ പരമ്പര ഓർ രീതികാലി പരമ്പര. എവിടെ നിന്നാണ്? ജൈന കാവ്യ പരമ്പര. കാരണം ജൈന കാവ്യ പരമ്പരയിലും രാമകാവ്യവും ഒക്കെ എഴുതുന്നുണ്ട് അല്ലെ. രാമകഥയിൽ ആധാരമാക്കി പല രചനകളും നമുക്ക് കാണാൻ സാധിക്കും. ചോപ്പായി അതിനുശേഷം സൂഫിയിലേക്ക് വരുമ്പോഴും സൂഫിയിലും നമുക്ക് ദോഹ ചോപ്പായി ശൈലി കാണാൻ പറ്റുന്നുണ്ട് തത്വാവിദ്യയിലേക്ക്.
രാമകാവ്യം വരുമ്പോഴേക്കും രാമചരിതമാനസ്, അതുപോലെ മറ്റ് കൃതികളിലും നമുക്ക് പിന്നീട് രീതികാലിലാണെങ്കിലും പിന്നീട് ആധുനിക കാലിലേക്ക് വരുമ്പോഴും ഇത് കാണാൻ നമുക്ക് സാധിക്കും. പക്ഷെ ഈ പരമ്പരയുടെ ആരംഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? ജൈന കാവ്യ പരമ്പരയിലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പൃഥ്വിരാജ് രാസോ കെ സന്ദർഭമേ കിസ് വിദ്വാൻ ने ये कहा है. അതായത് പൃഥ്വിരാജ് രാസോയുടെ സന്ദർഭത്തില് ഒരു വിദ്വാൻ ഏതൊരു വിദ്വാൻ പറഞ്ഞ ഒരു കൊട്ടേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ കൊട്ടേഷൻ ആര് പറഞ്ഞെന്നാണ് നിങ്ങൾക്ക് പറയേണ്ടത്. पृथ्वीराज राउस का विधान ऐसा है कि ठीक व्यास और वाल्मीकि की तरह चंद बिरदाई अपने प्रबंध का रचयिता भी है और उसका एक पात्र भी है. എന്താണ് പറയുന്നത് ഇവിടെ? പൃഥ്വിരാജ് രസോയിലെ എന്താണ് രാസോവിന്റെ വിധാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വ്യാസ് ഓർ വാൽമീകി തരഹിയാണ്. എന്താണ്? വ്യാസനും വാൽമീകിയെ പോലെ തന്നെയാണ് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന പൃഥ്വിരാജ് രാവ്സ് എഴുതിയിരിക്കുന്നത് എന്ന്. കാരണം ചന്ദ്ബർദായി എന്ന് പറയുന്ന ഇതിന്റെ രചയിതാവ് എന്താണ്? ഈ പ്രബന്ധത്തിന്റെ രചയിതാവുമാണ്. അതിനോടൊപ്പം തന്നെ അതിലെ ഒരു പാത്രമാണ് അല്ലെ. ഇപ്പൊ മഹാഭാരതത്തിലേക്ക് നോക്കുമ്പോഴും രാമായണത്തിലേക്ക് നോക്കുമ്പോഴും രാമായണത്തിൽ നോക്കുമ്പോൾ വാൽമീകി അതിലൊരു കഥാപാത്രമായിട്ട് തന്നെ വരുന്നുണ്ട് അല്ലെ. അതുപോലെ വ്യാസൻ എവിടെയാണ്? മഹാഭാരതത്തിലും അവരെ പോലെ തന്നെ. അപ്പൊ അത് ആലോചിച്ചിരിക്കുക. ഇത് ആരാണ് പറഞ്ഞതെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ശുക്ല, ഹർദേവ് ബാഗ്രി, രാംസ്വരൂപ് ചതുർവേദി, നാംവർ സിംഗ്. ആരായിരിക്കും? നെറ്റിന്റെ ക്വസ്റ്റ്യൻസിൽ പണ്ട് 2016 മുന്നേ ഉള്ള കാലഘട്ടത്തിലൊക്കെ കുറച്ച് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുമായിരുന്നു. ഇപ്പൊ അതിന്റെ ഇത് മാറി തുടങ്ങി. ഇപ്പൊ അതിന് ശേഷം സിലബസ് ചേഞ്ച് ചെയ്തതിനു ശേഷവും ഇതൊരു ട്രെൻഡിലായിരുന്നു ഇതുപോലെയുള്ള കഥൻ ചോദിക്കുക എന്നുള്ളത്. ഇപ്പോഴും കഥൻ ചോദിക്കുന്നുണ്ട്. എന്നിരുന്നാലും 100 ക്വസ്റ്റ്യൻസിൽ ഒരു 2-3 കഥനെങ്കിലും വരാതിരിക്കില്ല. അപ്പൊ നിങ്ങൾ പുസ്തകങ്ങൾ വായിച്ചു പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള പ്രമുഖമായിട്ടുള്ള കാര്യങ്ങൾ കോട്ട് ചെയ്ത് വെച്ച് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആരാണ്? രാംസ്വരൂപ് ചതുർവേദി. രാംസ്വരൂപ് ചതുർവേദിയാണ് ഈ കഥൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. പൃഥ്വിരാജ് രാസോയെ റാവുസ് എന്ന് വിളിച്ചത് ആരാണ് എന്ന് ചോദിച്ചാലും അതിന് ഉത്തരം ആരാണ്? രാംസ്വരൂപ് ചതുർവേദിയാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. बीसल देव रासो के किस खंड में नायक बीसल देव का राजमती से रूट उड़ीसा चले जाने की कथा का वर्णन है अല്ലെ. ബീസൽ ദേവ് രാസോവിന്റെ വർണ്ണനകൾ അല്ലെങ്കിൽ രാമചന്ദ്ര ശുക്ലിന്റെ ബുക്കിലാണെങ്കിലും നഗേന്ദ്ര ബുക്കിലാണെങ്കിലും ഇതിഹാസം നമ്മൾ പഠിക്കുമ്പോൾ രാസോ ഗ്രന്ഥങ്ങളുടെ രാസോ സാഹിത്യം പഠിക്കുന്ന സമയത്ത് അവിടെ ബീസൽ ദേവ് രാസോ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അതില് ബീസൽ ദേവ് രാസോയെ 4 ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടെന്നും ഓരോ ഖണ്ഡത്തിന്റെയും അതിന്റെ കഥ അവിടെ വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ അതില് ബീസൽ ദേവ് തന്റെ ഭാര്യയായ രാജമതിയുമായി പിണങ്ങി ഒഡീസയിലേക്ക് പോയത് ഏത് ഭാഗത്താണ് വർണ്ണിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പ്രഥം, ദ്വിതീയ, തൃതീയ ഓർ ചതുർത്ഥ? ആലോചിച്ച് പറയൂ. ദ്വിതീയ. ഓക്കെ, 2ാമത്തെ അധ്യായത്തിലാണ് ഈ ഒരു വർണ്ണനയുള്ളത്. രാമചന്ദ്ര ശുക്ലിന്റെ ബുക്കൊക്കെ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്കത് നോട്ട് ചെയ്യാവുന്ന ഉള്ളൂ കേട്ടോ. അഗ്ല ക്വസ്റ്റ്യൻ ആണ്, बीसल देव रासो को ആചാര്യ ശുക്ല മാനത്തെ ഹെ. ബീസൽ ദേവ് രാസോയെ ആചാര്യ ശുക്ല എന്താണ് അംഗീകരിക്കുന്നത്? അല്ലെങ്കിൽ ആചാര്യ രാമചന്ദ്ര ശുക്ലിന്റെ അഭിപ്രായത്തിൽ ബീസൽ ദേവ് രാസോ എന്താണ്, ഏത് രീതിയിലുള്ള ഗ്രന്ഥമാണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സന്ദിഗ്ധ, അസന്ദിഗ്ധ, വീരഗാഥാത്മം, അല്ലെങ്കിൽ ഇതൊന്നുമല്ല. പല പല രചനകളും നമ്മൾ വായിച്ചു പോകുമ്പോൾ രാമചന്ദ്ര ശുക്ലിന്റെ ബുക്കിൽ അദ്ദേഹം പല രചനകളെയും ഇത് സന്ദിഗ്ധാണ്, പിന്നെ ഇത് വീരഗാഥാത്മകമാണ്, അല്ലെങ്കിൽ ഇത് പ്രണയത്തെ കേന്ദ്രീകരിച്ച് എഴുതിയിരിക്കുന്നതാണ്. അങ്ങനെ പല രീതിയിലുള്ള ശൃംഗാരിക ആധാരമാക്കിയിട്ടുള്ളതാണ്. രീതികളിലേക്കൊക്കെ വരുമ്പോൾ അങ്ങനെ പല രീതിയിലുള്ള കമന്റ്സ് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതിൽ ബീസൽ ദേവ് രാസോയെ പറ്റി അദ്ദേഹം ഒരു വിശിഷ്ടമായിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. അതെന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഉത്തരം? സന്ദിഗ്ധ. എന്താണ് പറയാൻ? സന്ദിഗ്ധ, സംശയാസ്പദമായിട്ടുള്ള ഒരു രചനയാണിത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അതിന്റെ
രണ്ട് ഭാഗം കഴിഞ്ഞ് 3 ഭാഗം കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗവും പിന്നെ അത് കഴിഞ്ഞുള്ള 4ാം ഭാഗം ഹിസ്റ്റോറിക്കലായിട്ട് എങ്ങും തന്നെ ഹിസ്റ്ററിയിൽ പറഞ്ഞു പോയ കാര്യങ്ങളും ഇതിലുള്ള കഥകളും ആദ്യത്തെ 2 ഭാഗം മാത്രമാണ് ശരിക്കും ഉള്ളതുള്ളൂ. പിന്നീടുള്ള ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ ഹിസ്റ്റോറിക്കലി കിട്ടുന്നില്ല. തന്നെയല്ല അത് ജാലിയാണോ, പിൽക്കാലത്ത് വന്നവർ ആരെങ്കിലും അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ സന്ദിഗ്ധ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് अपभ्रंश के किस रचना में भोज प्रबंध के ढंग पर बहुत से पुराने राजाओं का आख्यान है. अपभ्रंशത്തിൽ എഴുതപ്പെട്ട ഏത് രചനയിലാണ് ഭോജ് പ്രബന്ധ എന്ന് പറയുന്ന രചനയുടെ അനുകരണത്തില് ഒരുപാട് പഴയ രാജാക്കന്മാരുടെ ആഖ്യാനങ്ങൾ അടങ്ങിയ ഗ്രന്ഥം ഏതാണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. अपभ्रंश के किस रचना में भोज प्रबंध के ढंग पर बहुत से पुराने राजाओं के आख्यान है. അപ്പൊ അതിൽ ഏതാണ് നമുക്ക് നോക്കാം. ശാർങ്ങധർ പദ്ധതി, പ്രബന്ധ ചിന്താമണി, കുമാർപാൽ പ്രതിബോധ്, കുമാർപാൽ ചരിത്. ആൻസർ രണ്ടാമത്തതാണ് പ്രബന്ധ ചിന്താമണി. ഓക്കെ, പ്രബന്ധ ചിന്താമണിയിലാണ് ഒരുപാട് രാജാക്കന്മാരുടെ ആഖ്യാനങ്ങൾ അടക്കം ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത്, ആ രാജാക്കന്മാരുടെ വിവരണങ്ങൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പ്രബന്ധ ചിന്താമണിയുടെ ഒരു വിശേഷതയാണ് പഴയ രാജാക്കന്മാരുടെ ആഖ്യാനം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് नौ नाथों में आचार्य शुक्ल ने किन किन को सिद्धों में भी बताया है. 9 നാഥന്മാരിൽ ആചാര്യ ശുക്ല ആരെയൊക്കെ സിദ്ധന്മാരിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ രാംചന്ദ്ര ശുക്ലിന്റെ ഇതിഹാസ ഗ്രന്ഥം നമ്മൾ വായിച്ചു പോകുമ്പോൾ അദ്ദേഹം 84 സിദ്ധന്മാരുടെ കാര്യവും പറയുന്നുണ്ട്, 84 സിദ്ധന്മാരുടെ പേര് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നവനാഥന്മാരുടെ പേരും പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഈ നവനാഥിൽ വന്നിരിക്കുന്ന കുറച്ച് പേരുടെ പേര് സിദ്ധന്മാരുടെ പേരിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ അത് ആരാണ് എന്നുള്ളതാണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നാഗാർജുൻ, ചർപ്പട്ട്, ജലന്ധർ, ജഡഭാരത്. ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കേണ്ട ഓപ്ഷൻസ് എവിടെയാണ്. A 1 2 3, B 2 3 4, C 1 4, D 1 2 4. അറിയാലോ അല്ലെ, എക്സാമിന് ഇതുപോലെയുള്ള കോഡുകളാണ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ളത് എപ്പോഴും പരീക്ഷയുടേതായ ഒരു രീതി ഉണ്ടല്ലോ. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിലൊരു 10-40 ക്വസ്റ്റ്യൻസും വൺലൈനറും, അതിനുശേഷം വരുന്നതെല്ലാം ഇതുപോലെയുള്ള ഒരു കോഡ്, അതായത് കോഡിംഗ് ആയിട്ടുള്ള ഉത്തരങ്ങൾ തന്നുകൊണ്ട് ഉള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ തർക്ക് വിതർക്ക്, അതിനുശേഷം പിന്നെ എന്താണ് ഒരു മോഡറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 15 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഉണ്ടാവും. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നിങ്ങളുടെ ഈ എക്സാമിന്റെ എന്താണ് വിലയിരുത്തുന്നത്. എങ്ങനെയാണ് അതിനെ എങ്ങനെ നിങ്ങൾ ടാക്കിൾ ചെയ്യുന്നു, ഏത് രീതിയിൽ നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു, ആ ടൈം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ എല്ലാ കുറേ കാര്യങ്ങൾ എലമെന്റ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ചേരുമ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന ഇതുവരെയും വന്നിരിക്കുന്ന JRF ഹോൾഡേഴ്സിന്റെ എല്ലാം വിജയത്തിന് കാരണമായിരിക്കുന്ന കാര്യം. അതിനെല്ലാം അവർ ടാക്കിൾ ചെയ്ത് പോയതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടി ഈ പരീക്ഷയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ തുടക്കം ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലും വൺലൈനേഴ്സ് വച്ചിരിക്കുന്നത്. ഇനിയും കുറച്ച് ദിവസത്തേക്ക് വൺലൈനർ എല്ലാം പോയിട്ട് പിന്നീട് നമ്മൾ കുറച്ചുകൂടി ടഫായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ മോഡറേറ്റ് ഇതുപോലെ മോഡറേറ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് നോക്കിയേക്കാം. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ A, നാഗാർജുൻ, ചർപ്പട്ട്, ജലന്ധർ. ഇവര് 3 പേരും സിദ്ധന്മാരിലും ഉണ്ട്, നാഥന്മാരിലും ഉണ്ട്. ഇനി ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ തർക്ക് വിതർക്ക് എന്ന് നമ്മൾ പല ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുണ്ടല്ലോ അല്ലെ, അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയത്. कथन എന്താണ് പറയുന്നത്? सब बातों पर विचार करने पर ऐसा प्रतीत होता है कि जलंधर ने ही सिद्धों से अपनी परंपरा से अलग की. सिद्धों से अपनी परंपरा को ആണേ, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, സോറി. എല്ലാം വെച്ചൊന്ന് നോക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ജലന്ധർ തന്നെയാണ് സിദ്ധന്മാരിൽ നിന്ന് തങ്ങളുടെ ഈ നാഥന്മാർ. ജലന്ധർ ഏതിലാണ് വരുന്നത്? നാഥപന്തിൽ വരുന്ന ആളാണ് അല്ലെ. നവനാഥന്മാരിൽ ഒരാളാണ് ജലന്ധർ. അപ്പൊ ജലന്ധർ ആണ് സിദ്ധന്മാരിൽ നിന്നും ഈ പറയുന്ന പരമ്പരയെ മാറ്റിയത്
സിദ്ധന്മാരിൽ നിന്ന് നാഥന്മാരെ അടർത്തിയെടുത്തത് ജലന്ധറാണെന്നാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം നേരെ അതിന്റെ തർക്കം പറയുന്നത് എന്താണ്? ഇസ്ലിയെ നാഥ സമ്പ്രദായക്ക് സംസ്ഥാപക് ജലന്ധർ ഹി ഹെ. അതുകൊണ്ട് ഈ പറയുന്ന സമ്പ്രദായത്തിന്റെ സംസ്ഥാപൻ ജലന്ധറാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതിന്റെ ആൻസർ ഏതാണ്? എ ഗലത് और आर सही, ए सही और आर गलत, ए आर दोनों गलत, ए आर दोनों सही. ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ച് ടഫായിരിക്കും. സ്റ്റാർട്ടിങ് ഒരുപാട് പഠിച്ചു വെച്ചിരിക്കുന്ന കുട്ടികൾക്ക് എളുപ്പത്തിൽ കിട്ടും, പക്ഷെ അല്ലാത്ത കുട്ടികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇത് സമയം കളയാതെ ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഇതിന്റെ ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എ സഹി ഓർ ആർ ഗലത്. ശരിയാണ്, ജലന്ധറാണ് നാഥന്മാരെ സിദ്ധന്മാരിൽ നിന്ന് അകറ്റിയത്. പക്ഷെ ഒരു ഇത് അകറ്റി അല്ലെങ്കിൽ സിദ്ധന്മാരിൽ നിന്ന് നാഥന്മാരെ അകറ്റിയിട്ട് വേറൊരു പന്ഥ തുടങ്ങി അല്ലെങ്കിൽ തുടങ്ങിയെന്നോ അങ്ങനെ ഒന്നും ഒരിടത്തും പറയുന്നില്ല. അദ്ദേഹം സ്ത്രീ സമ്പർക്കവും മധുരയിലും ഒക്കെ എന്താണ് മതന്മത്തരായിട്ടിരുന്ന നാഥന്മാരെ ആ ഒരു സമ്പർക്കത്തിൽ നിന്ന് അടർത്തി, അതായത് സിദ്ധന്മാരുടെ ദിനചര്യയിൽ നിന്ന് അടർത്തി ഇവരുടേതായ ഒരു ഹഠയോഗത്തിലേക്ക് കൊണ്ടുവരുന്നത് ജലന്ധറാണെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജലന്ധർ നാഥ സമുദായത്തിന്റെ സംസ്ഥാപകനാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ആദ്യത്തെ എ സഹിയും രണ്ടാമത്തത് ഗലത്ത് എന്ന രീതിയിൽ ആൻസർ വരുന്നത്. അപ്പോ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതിൽ അത്യാവശ്യം എല്ലാ കുട്ടികൾക്കും എല്ലാം കിട്ടിയിട്ടുണ്ടാവും. വളരെ സന്തോഷം. ഇനിയും വരിക, ഈ ചാനലുമായിട്ട് എല്ലാവരും ഒത്തൊഴിച്ച് പോവുക, കൂട്ടുകാരോടൊക്കെ പറയുക, ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ഇനി വരുന്ന ഇതെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനും അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനും ക്വസ്റ്റ്യൻ വഴി നമുക്ക് ഹിന്ദി സാഹിത്യം എന്താണ് നമുക്കൊന്ന് അറിയാനുള്ള ഒരു ശ്രമം നടത്താം. ഇത് കൂടാതെ തന്നെ ത്രിജി അക്കാഡമി ഓൺലൈൻ ക്ലാസ്സസും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇൻബോക്സിൽ നിങ്ങൾ ഇത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും. ടീച്ച്മെന്റിലായിരിക്കും ക്ലാസ് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഇത് വീണ്ടും കേൾക്കുക, ഇത് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് ഓർത്തെടുക്കുക. അല്ലെ, 2-3 കാര്യങ്ങൾ ഒന്നിച്ച് നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. എപ്പോഴും നിങ്ങളുടെ മെമ്മറിയിൽ ഇത് ക്യാച്ച് ആവുകയും ചെയ്യും. വീണ്ടും സ്ക്രീനിൽ കാണുക, കേൾക്കുക, ഞാൻ പറയുന്നത് കേൾക്കുക, നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഒരുപാടൊന്നും വേണ്ട. നമ്മൾ ഡെയിലി 10 എണ്ണം വീതം വെച്ച് നമുക്ക് പതിയെ അങ്ങ് പോകാം. ഓക്കെ, വളരെ സന്തോഷം. എല്ലാവരും കാണുക, പഠിക്കുക, ഹിന്ദി സാഹിത്യം എന്താണെന്ന് അറിയുക. ഒരുപാട് അറിയണമെങ്കിൽ ഞങ്ങളുമായിട്ട് ഒത്ത് ചേർന്ന് പോവുക. ഓക്കെ, താങ്ക്